ബാപ്പയോടും ഉമ്മയോടും എത്ര മോശപ്പെട്ട സ്വഭാവക്കാരാണെങ്കിലും പിണങ്ങാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഹദീസിൽ ഉപ്പയെയും ഉമ്മയെയും ഒരിക്കലും നിങ്ങൾ അവരെ വെറുപ്പിക്കരുത് എന്ന് പറഞ്ഞപ്പോ തിരിച്ച് തങ്ങളോടൊരു ചോദ്യം ചോദിച്ചു, നബിയെ, ബാപ്പാന്റെ ഭാഗത്തുനിന്നും ഉമ്മാന്റെ ഭാഗത്തുനിന്നും ളുൽമുണ്ടായാലോ എന്നൊരു ചോദ്യം, അക്രമം. അപ്പൊ ഞങ്ങൾ 3 പ്രാവശ്യം ആവർത്തിച്ചു പറഞ്ഞു, വഇൻ ളലമാഹു വഇൻ ളലമാഹു വഇൻ ളലമാഹു. ബാപ്പയും ഉമ്മയും മകനെ ആക്രമിച്ചു, അന്യായമായി വല്ലതും പറഞ്ഞു ചെയ്തു എന്നാൽ പോലും ആക്രമിക്കാൻ പാടില്ല. അവരിൽ നിന്ന് ളുൽമുണ്ടായാൽ പോലും സഹിക്കണം, ക്ഷമിക്കണം. ബാപ്പയായി എന്നുള്ളതിന്റെ പേരിൽ ക്ഷമിക്കണം, ഒന്നും പറയരുത്. ബാപ്പ ഇപ്പൊ പറഞ്ഞത് സത്യത്തിൽ മോശമാണ്, വളരെ വൃത്തിയായിട്ട വാക്കാ പറഞ്ഞത്, പക്ഷെ തിരിച്ചു പറയാൻ പറ്റൂല. എന്തേ? ബാപ്പ. ഉമ്മ പറഞ്ഞത് സത്യത്തിൽ മോശപ്പെട്ട വാക്കാ ഉമ്മ പറഞ്ഞു, തിരിച്ചതേ നാണയത്തിൽ ഇല്ല, അതിലും താഴെ ഇല്ല, നല്ലതെന്തെങ്കിലും തിരിച്ചു പറയാം, അത്രേ പറ്റുള്ളൂ. ഉമ്മമാരെ, സഹോദരിമാരെ, തോന്നും വിധം വീട് വിട്ട് ഇറങ്ങി ഉലാത്തുന്ന ആളുകളെ കണ്ടിട്ടില്ലേ? ഒരു നിയമവും പാലിക്കാതെ, ഇസ്ലാമിന്റെ ഒരു നിയമവും അംഗീകരിക്കാതെ, ഫ്രീഡം ഉണ്ടല്ലോ എന്നും കരുതിയിട്ട് തോന്നും പോലെ കറങ്ങുന്ന സഹോദരിമാരുണ്ട്. ഞാൻ അവരെ ആക്ഷേപിച്ചു എന്ന് നിങ്ങൾ പറയരുത്. മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ലഅനത്ത് പറ്റിയ വിഭാഗത്തിൽ നമ്മൾ ഉൾപ്പെട്ടുകൂടാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലഅനത്ത് ചെയ്ത വിഭാഗമാണ് ഭംഗി പ്രദർശിപ്പിച്ചുകൊണ്ട് മറ്റുള്ള ആളുകളെ സ്വാധീനിക്കുന്ന വിധം, മറ്റുള്ള ആളുകളെ സ്വീകരിക്കുകയും വർത്തമാനം പറയുകയും ചെയ്യുന്ന വിധം, ശരീരത്തിന്റെ ഭംഗിയൊക്കെ പ്രദർശിപ്പിച്ച് പുറത്തിറങ്ങി ഉലാത്തുന്ന വിലസുന്ന സഹോദരിമാര് അവരെ ശപിച്ചിട്ടുണ്ടേ. മറ്റുള്ളവരുടെ ശാപം പോലെയല്ല അള്ളാഹുവിന്റെ റസൂലിന്റെ ശാപം, അത് തട്ടുമെന്ന് ഉറപ്പാ. വീട്ടിൽ ഖുർആനോത്ത് എത്ര അധികരിക്കുന്നുവോ അത്രയും അധികം ബറക്കത്ത് വീട്ടിലുണ്ട്. അതുകൊണ്ടാണ് സഹോദരങ്ങളെ, സഹോദരിമാരെ, വല്യുമ്മമാര് വല്യുപ്പമാര് താമസിക്കുന്ന വീട്ടിൽ ഇന്നും ബറക്കത്ത് കൂടുതലാണ്. കാരണം അവര് ഓതുന്ന സൂറത്തുകൾ ധാരാളമാണ്. പതിവായി ഓതുന്ന സൂറത്തുകൾ ഓതാൻ തുടങ്ങിയിട്ട് പതിറ്റാണ്ടുകൾ ഏറെയായി. പുതുതലമുറയിലുള്ള സഹോദരി സഹോദരങ്ങളോട് പറയട്ടെ, ഏറ്റവും കൂടുതൽ ഖുർആനോത്ത് നടക്കേണ്ടത് വീട്ടിലാണ്. അക്സിറൂ തിലാവത്തുൽ ഖുർആനി ഫീ ബുയൂതികും. നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾ ഖുർആനോത്ത് അധികരിപ്പിക്കണം. വീട്ടിൽ ഖുർആനോത്ത് അധികരിപ്പിക്കുന്നത് ബറക്കത്ത് കൂടുതലാകാൻ വലിയ കാരണമാണ്. അനാവശ്യ സംസാരങ്ങൾ വീട്ടിലുണ്ടാകരുത്. അതേ, ഗീബത്ത് നമീമത്തുകളൊന്നും വീട്ടിൽ നടക്കേണ്ട സംഗതികളല്ല.